ഹായ് നമസ്കാരം ഏവർക്കും PSC ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദ്ധതികളെ പറ്റിയാണ്. പദ്ധതികളെ പറ്റിയുള്ള ഒരു PYQന്റെ ക്ലാസ് ആണ് കേട്ടോ ഇത്. അതായത് 2024 PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇത് ആരോഗ്യക്ഷേമ പദ്ധതികൾ മാത്രമല്ല കേട്ടോ. പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന എല്ലാവിധ പദ്ധതികളും, അതായത് 2024 ജാനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടന്ന പരീക്ഷകളിൽ 10th ലെവലുണ്ട്, +2 ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്. അപ്പം ഇത്രയും ലെവൽ നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പദ്ധതികളാണ്. ആരോഗ്യക്ഷേമ പദ്ധതികളും അല്ലാത്തതും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല പദ്ധതികളും മുമ്പ് ചോദിച്ചത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഒരു തവണ ചോദിച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാക്കി 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ആയിട്ട് വരുന്ന പദ്ധതിയായിരിക്കും പിന്നീട് നടക്കുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നത്. പദ്ധതികൾ മാത്രമല്ല നമ്മൾ ഇന്ന് പഠിക്കുന്നത്, അതായത് ആ ഒരു ആൻസർ കൂടാതെ ബാക്കിയുള്ള 3 ഓപ്ഷനിലുള്ള ആ ഓരോ പദ്ധതികളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിജീവനം പദ്ധതിയാണ്. അപ്പോൾ അതിജീവനം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളുക. ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും വികസനവും പുനരധിവാസവും ഉറപ്പുവരുത്തുന്നതിന് NGO സഹകരണത്തോടെ അതിജീവനം പദ്ധതി നടപ്പാക്കുന്നു. വൈകല്യങ്ങളെ മറികടന്ന് ഭിന്നശേഷിക്കാർക്ക് പുതുജീവിതം സ്വന്തമാക്കാനാണ് അതിജീവനം സ്വയം തൊഴിൽ പരിശീലന പദ്ധതി ആവിഷ്കരിക്കുന്നത്. സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളുമായി ചേർന്ന് സാമൂഹ്യ നീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ആൻസർ മാത്രം അതിജീവനം പദ്ധതിയാണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എങ്കിലും ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് പറയുവാണ്. ആ ഒരു നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ സൈറ്റിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതൊരു സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയാണ്. അതേപോലെ തന്നെ സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചില പദ്ധതികൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. ഈ പറയുന്ന ബാക്കിയുള്ള പദ്ധതികളും ഈ 2024 തന്നെ പല പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒന്നാമത്തതാണ് വിദ്യാകിരണം. നോക്കിക്കേ, ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഏത്? വിദ്യാകിരണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്, ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഭിന്നശേഷിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ 2 പേരും ആയിരിക്കും. അപ്പം ഈ കൂട്ടർക്ക്, അതായത് 2 പേരും ഭിന്നശേഷിയുള്ളവരാണെങ്കിലും അല്ല ഒരാളെങ്കിലും ഭിന്നശേഷിയുള്ളവരാണെങ്കിലും ഈ ഒരു പദ്ധതിക്ക് അർഹരാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി PSC സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പം അർഹരല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തരും. അപ്പം അതുകൊണ്ടാണ് അതൊന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ വിദ്യാകിരണം പദ്ധതി എന്താണ്? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അടുത്തതാണ് വിദ്യാജ്യോതി പദ്ധതി. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഏത്? വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ വിദ്യാകിരണം എന്താണ്? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുവാണ്. വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള കുട്ടികൾ അല്ലെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, യൂണിഫോം ഇതൊക്കെ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഇനി അടുത്തൊരു പദ്ധതിയുണ്ട്, വിജയാമൃതം. നോക്കിക്കേ, ഡിഗ്രി, തത്തുല്യ കോഴ്സുകൾ, PG,
പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന തരത്തിൽ ക്യാഷ് അവാർഡ് അനുവദിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ വിജയാമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് പൊതുവെ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് നമുക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടും അല്ലെ, ക്യാഷ് അവാർഡ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കുക. പിന്നെയോ ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് തത്തുല്യ കോഴ്സുകൾ, PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇതിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് അവാർഡ് അനുവദിക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. അടുത്തതാണ് പരിണയം. അപ്പൊ പരിണയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നോക്കിക്കൊള്ളുക, ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ്. ഇപ്പൊ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഏത്? പരിണയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കൊള്ളുക, നിരാമയ. അപ്പോൾ ഈ നിരാമയ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഓപ്ഷനിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. നിരാമയ പദ്ധതി, അതേപോലെ സാകല്യം പദ്ധതി, പിന്നെ വയോമിത്രം, ഇത്രയും നമുക്ക് അതുകൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളുക, നിരാമയ എന്ന് പറഞ്ഞാൽ ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി തുടങ്ങിയ ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ നിരാമയ പദ്ധതിയും എന്താണ്? അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഏതൊക്കെയാണ് അസുഖങ്ങൾ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. അപ്പം ഇത്തരത്തിൽ അസുഖങ്ങളുള്ള ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിജീവനം പദ്ധതിയാണോ നിരാമയ പദ്ധതിയാണോ എന്നുള്ള ഡൗട്ട് തോന്നും. ചിലവരൊക്കെ എന്താണ് നിരാമയ കയറി മാർക്ക് ചെയ്യും, അത് തെറ്റിപ്പോവുകയും ചെയ്യും. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ഒരു പദ്ധതിയും കൂടെ നമുക്കിവിടെ പഠിച്ചേക്കാം, മാതൃജ്യോതി പദ്ധതി. എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണ് ഏത്? മാതൃജ്യോതി പദ്ധതി. അപ്പൊ എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണ് ഏത്? മാതൃജ്യോതി പദ്ധതി. അപ്പോൾ നമ്മൾ പഠിച്ച പദ്ധതികൾ, ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. കാരണം ഇങ്ങനെയൊക്കെ പരീക്ഷയിൽ ചോദിക്കുക, അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏത്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ഉള്ളതല്ലാത്ത പദ്ധതി ഏത് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ എന്താണ്? അതിജീവനം പദ്ധതി. അതിജീവനം പദ്ധതി ഇതെന്താണ്? ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എന്താണ്? വിദ്യാകിരണം. വിദ്യാകിരണം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതേപോലെ വിദ്യാജ്യോതി. വിദ്യാജ്യോതി പദ്ധതിയും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മൾ പഠിച്ചൊരു പദ്ധതി, ഇതുമായിട്ട് പേര് കണക്ട് ചെയ്ത് ഓർക്കാമല്ലോ, ഏതാണ്? മാതൃജ്യോതി പദ്ധതി. ഏതാണ്? മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതി. പിന്നെ ഏതാണ്? വിജയാമൃതം. വിജയാമൃതം. അതേപോലെ പരിണയം പദ്ധതി. പരിണയം പദ്ധതിയും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി. അപ്പോൾ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള 2 പദ്ധതികൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. നിരാമയ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി സാകല്യം പദ്ധതി നോക്കണം, അതേപോലെ വയോമിത്രം പദ്ധതിയും കൂടി നോക്കണം. അപ്പോൾ നോക്കിക്കൊള്ളുക, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം പദ്ധതി. അപ്പോൾ സാകല്യം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സാകല്യം പദ്ധതി. അടുത്തതാണ് വയോമിത്രം പദ്ധതി. നോക്കിക്കൊള്ളുക, സംസ്ഥാന സർക്കാർ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത്? വയോമിത്രം. കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്
നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും അതേപോലെ ആവശ്യമുള്ള സമയങ്ങളിൽ വൈദ്യസഹായവും മരുന്നും ഒക്കെ സൗജന്യമായി നൽകുന്നത് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ ഏജ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്താണ് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കുകൾ, പിന്നെ അതേപോലെ കൗൺസിലിംഗ്, വൈദ്യസഹായം, മരുന്ന് ഇതെല്ലാം സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. ഇനി അതുകൂടാതെ കിടപ്പ് രോഗികൾക്കായിട്ട് പാലിയേറ്റീവ് ആണ് ഇത്, പാലിയേറ്റീവ് കെയർ സർവീസ്. അതായത് എന്താണ്, കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്ന. അപ്പോൾ അത് കിടപ്പ് രോഗികൾക്കായിട്ട് പാലിയേറ്റീവ് കെയർ സർവീസ് വയോമിത്രം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വയോജനങ്ങൾക്കായിട്ട് സൗജന്യ ആംബുലൻസ് സേവനമുണ്ട്. പിന്നെയോ സല്ലാപം, സ്നേഹയാത്ര എന്നിവ പോലുള്ള പ്രത്യേക വിനോദ പരിപാടികൾ വയോജനങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, വയോമിത്രം പദ്ധതിയുടെ പ്രത്യേകതയാണ്. എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് പരിഗണിക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ളവരെയാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റിനും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഭിന്നശേഷിക്കാരുടെ പദ്ധതിയൊക്കെ ഓക്കെ ആയെങ്കിൽ നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സുനീതിയാണ്. അപ്പൊ കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? സുനീതിയാണ്. അപ്പോ നോക്കിക്കൊള്ളുക. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ജീവനം പദ്ധതി, സമന്വയ പദ്ധതി, മന്ദഹാസം ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ആദ്യം നോക്കുന്നത് ജീവനം പദ്ധതിയാണ്. ഇരകളുടെ പിന്തുണാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ജീവനം എന്ന പേരിൽ ആശ്രിതർക്കും കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ജീവനം പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓരോ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇരയാക്കപ്പെട്ടവരുണ്ടല്ലോ, അവർക്കും അതേപോലെ അവരുടെ ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ജീവനം പദ്ധതി. ഇനി അടുത്ത നോക്കാം, മന്ദഹാസം പദ്ധതി. എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള, അതായത് എന്താണ്, BPL വിഭാഗത്തിനുള്ള പദ്ധതിയാണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര നൽകുന്നതിനുള്ള പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പല്ലുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര നൽകുന്നതിനുള്ള പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സമന്വയ പദ്ധതിയാണ്. എന്താണ് സമന്വയ പദ്ധതി? പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ്. അപ്പൊ സമന്വയ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനു മുമ്പും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? സമന്വയ പദ്ധതി എന്ന് പറയുന്നത് പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷനാണ് കേട്ടോ. സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രംഗശ്രീ. അപ്പോൾ കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി അറിയപ്പെടുന്നത് രംഗശ്രീ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചേരും പടി ചേർക്കുക. അപ്പോൾ നോക്കാം, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് അഭയകിരണം പദ്ധതി. എന്താണ്? വിധവകൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? അഭയകിരണം പദ്ധതി. പിന്നെ അടുത്തതാണ് വിദ്യാകിരണം പദ്ധതി. എന്താണ്? വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അത് പഠിച്ചിരുന്നു അല്ലെ? അതായത് ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അടുത്തത് താലോലം പദ്ധതി. എന്താണ്? മാരക രോഗങ്ങൾ ഉള്ള
18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അപ്പൊ അവിടെ ആ ഏജ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ്. അടുത്തത് ഏതാണ്? വിദ്യാജ്യോതി പദ്ധതി. PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് എന്താണ്? ഭിന്നശേഷിക്കാർക്കുള്ള അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ PH എന്ന് കാണുമ്പോൾ സംശയം തോന്നണ്ട. എന്താണ് PH എന്ന് പറഞ്ഞാൽ? ഫിസിക്കലി ഹാൻഡികാപ്ഡ് എന്താണ്, അതായത് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരെ തന്നെയാണ്. അപ്പോൾ ഓരോ പദ്ധതികളും ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. എന്തൊക്കെയാണ്? അഭയകിരണം പദ്ധതി വിധവകൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. വിദ്യാകിരണമാണെങ്കിൽ വികലാംഗരുടെ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ്. താലോലം പദ്ധതിയാണെങ്കിലോ മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ്. വിദ്യാജ്യോതി പദ്ധതിയാണെങ്കിലും എന്താണ്? ഭിന്നശേഷി ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. നോട്ട് ചെയ്യണേ, കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കളിത്തട്ട്. അപ്പൊ എന്താണ്? കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കു വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്നേഹസാന്ത്വനം പദ്ധതിയാണ്. അപ്പോൾ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനമാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യം നോക്കാനുള്ളത് താലോലം പദ്ധതിയാണ്. അത് ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ താലോലം പദ്ധതി എന്താണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ രോഗബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് ഏത്? താലോലം. കണ്ടോ? അപ്പം ഈ താലോലം എന്ന് പറയുന്നത് എന്താണ്? ഒരു തവണ PSCയുടെ ഓപ്ഷന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അത് പിന്നെ ഒരു എക്സാമിന് അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അടുത്തതാണ് സ്നേഹസ്പർശം പദ്ധതി. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ്. പ്രതിമാസം എത്ര രൂപയാണ്? 1000 രൂപയാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവാഹിതരായിട്ടുള്ള അമ്മമാർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ ഇതിനെപ്പറ്റി ഒരു തവണ PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിന് സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്നേഹസ്പർശം പദ്ധതിയാണ്. അപ്പൊ ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഇത് അതിന് മുൻ വർഷം ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് 2022-ലും 2023-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഇതേപോലെ പദ്ധതികളുടെ ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇതേപോലെ മറ്റ് കുറച്ച് പദ്ധതികളെ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിപ്പോൾ ഞാൻ 24 എടുത്ത് ചെയ്യാൻ കാരണം ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിൽ 24-ൽ തന്നെ നടന്ന പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള പദ്ധതികളാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്നേഹസ്പർശം പദ്ധതി എന്താണ്, അതുപോലെ എത്ര രൂപയാണ് പെർ മന്ത് കൊടുക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത നമ്മളിവിടെ ഓപ്ഷനിൽ കണ്ടു ശരണ്യ പദ്ധതി അല്ലേ. അതെന്താണ്? നോക്കിക്കോളുക. വിധവകള്, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നിവരുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പുതിയ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അപ്പൊ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? വിധവകള്, വിവാഹമോചിതര്, ഉപേക്ഷിക്കപ്പെട്ടവര്, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഇവരുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഏത്? ശരണ്യ പദ്ധതി. അപ്പം ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടായിരുന്ന എല്ലാ പദ്ധതികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. അപ്പൊ ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുന്ന പദ്ധതിയാണ് ഏത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിലും ഒക്കെ പഠിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സേഫ് കേരളയാണ്. അപ്പൊ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? സേഫ് കേരള. അപ്പൊ ബാക്കിയുള്ളത് ശൈലി ആപ്പ് എന്താണ്, തുണ എന്താണ്, നിർഭയം എന്താണെന്ന് നോക്കാം. ശൈലി ആപ്പ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്ന ആപ്പാണ് ശൈലി ആപ്പ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ശൈലി ജീവിതശൈലി രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതാണ് തുണ. നോക്കിക്കോളുക. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റു പോലീസ് ഓഫീസുകളിലും നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പുതിയ പോർട്ടലാണ് തുണ. പരാതിയൊക്കെ ഇതേപോലെ ഓൺലൈനായിട്ട് കൊടുക്കാവുന്ന ഒരു സംവിധാനം ഈ ഒരു പോർട്ടൽ വഴി ഉണ്ട്. അപ്പോൾ അതാണ് തുണ. അടുത്തതാണ് നിർഭയം ആപ്പ്. അപ്പൊ നിർഭയം എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്തായിരിക്കും, സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് തയ്യാറാക്കിയ ആപ്പാണ് ഏത്? നിർഭയം ആപ്പ്. അപ്പൊ ശൈലി, തുണ, നിർഭയം അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്തതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതായത് കുടുംബശ്രീ മാത്രം എന്താണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയല്ല. ബാക്കി താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗവും ഒക്കെ എന്താണ് കേരള സാമൂഹ്യ മിഷൻ സുരക്ഷാ മിഷൻ നടത്തുന്ന പദ്ധതിയാണ്. അപ്പൊ അതിൽ താലോലം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതേപോലെ സ്നേഹപൂർവ്വവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ശ്രുതി തരംഗത്തിനെ പറ്റി നോക്കാം. എന്താണ് ശ്രുതി തരംഗം പദ്ധതി? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി കേൾവി ശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതായത് ഈ കേൾവി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി കേൾവി ശക്തി ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? ശ്രുതി തരംഗം. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ഇത്തരത്തില് ഒരു സഹായം നൽകുന്നത്. അടുത്ത് നോക്കാം. വൈദ്യുതി തരംഗങ്ങൾ കൊണ്ട് ശ്രവണ നാഡിയെ ഉത്തേജിപ്പിച്ച് കേൾവി സാധ്യമാക്കുന്ന മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പദ്ധതി മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, നോക്കിക്കോളുക. പട്ടിക 1 കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പട്ടിക 2 അതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നവരുടെ ലിസ്റ്റാണ്. അപ്പോ ഇത് നോക്കിയിട്ട് കറക്റ്റ് ഈ പട്ടിക 1ഉം 2ഉം തമ്മിൽ ജോഡി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് എന്താണ്? മന്ദഹാസം പദ്ധതി നമ്മൾ പഠിച്ചു. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഉള്ളതാ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃത്രിമ ദന്തങ്ങൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ എ എവിടെയാണ്? 4 ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ 2 ഓപ്ഷനേ ഇവിടെ വരുള്ളൂ. സി എന്ന ഓപ്ഷനും ഡി എന്ന ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അടുത്തതാണ് സമന്വയ പദ്ധതി അല്ലെങ്കിൽ സമന്വയ പരിപാടി. ഇതും എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അടുത്തത് അഭയകിരണം. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിരാലംബരായ വിധവകൾ. അടുത്തതോ നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. കണ്ടോ? അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്മൾ പഠിച്ച പദ്ധതികളാണ് അല്ലെ. ഇതെല്ലാം 2024 നടന്ന പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തതും ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പറയാനുള്ള കാര്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. മന്ദഹാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതോ സമന്വയ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സ് വേണ്ടിയിട്ടുള്ളതാണ്. അഭയകിരണം പദ്ധതി ആണെങ്കിൽ നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിരാമയ പദ്ധതി ആണെങ്കിലോ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് LDC തിരുവനന്തപുരം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 3 ശരി. എന്താണ്?
പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1,00,000 വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് ഏത്? വാത്സല്യനിധി. അതേപോലെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1,00,000 വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കുന്നത് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? LIC അല്ലെ, LICയും കൂടെ ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കണ്ടോ, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. ഇതൊക്കെ ആദ്യം ആ ഒരു 2024 ആദ്യം ജാനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ നടന്നൊരു പരീക്ഷയിൽ അതേ ക്വസ്റ്റ്യൻ ആണ് ഈ LDC തിരുവനന്തപുരത്തിലേക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. അതായത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് ഈ ഒരു പദ്ധതി. അതേപോലെ എന്താണ്? ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടിയാണോ? അല്ല. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണോ? അല്ല. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. അടുത്തത് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ: ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പദ്ധതികൾ കൂടി ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അമൃതം ആരോഗ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. 2023 അതേപോലെ 2022 ഒക്കെ കൂടുതൽ ചോദിച്ച ഒരു പദ്ധതിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്കിലും ഇതൊക്കെ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പദ്ധതികളുമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇനിയൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പദ്ധതി ആയിട്ടൊന്ന് പറയുവാണേ. അമൃതം ആരോഗ്യം പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് ഏത്? അമൃതം ആരോഗ്യം. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 30-ന് മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയമാവുന്നത്. അപ്പം ആ ഏജ് ലിമിറ്റ് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? 30-ന് മുകളിൽ പ്രായമുള്ളവരാണ് കേട്ടോ ഈ ഒരു അമൃതം ആരോഗ്യം പദ്ധതിക്ക് അർഹരായിട്ടുള്ളവർ. അടുത്തതാണ് വയോ അമൃതം. വയോമിത്രം നമ്മൾ പഠിച്ചു. മറ്റൊരു പദ്ധതിയാണ്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള ആയുർവേദ പ്രോജക്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണേ. ആയുർവേദ പ്രോജക്റ്റ് ആണ് ഏത്? വയോ അമൃതം. ഈ പദ്ധതി ആരംഭിച്ചത് 2014-15 വർഷത്തിലാണ് എന്നും കൂടി ഓർക്കുക. സോ അമൃതം ആരോഗ്യം പഠിച്ചു, വയോ അമൃതം പഠിച്ചു. ഇനി ഈ വയോ അമൃതം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ഓരോ വൃദ്ധസദനത്തിലും ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു അറ്റൻഡർ എന്നിവരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന സേവനങ്ങൾ നൽകി വരുന്നു. അപ്പോൾ ഇത് എന്തൊക്കെ സേവനങ്ങളാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാം. വൃദ്ധസദനങ്ങളിലെ താമസക്കാരെ പരിശോധിച്ച് അവരുടെ ആരോഗ്യ നിലവാരവും രോഗാവസ്ഥയും കണ്ടെത്തി അതിനനുസരിച്ച് സേവനം നൽകുന്നു. രോഗാവസ്ഥകൾക്കനുസരിച്ച് മരുന്നും ആവശ്യം വേണ്ടുന്ന ക്രിയാക്രമങ്ങളും നൽകി അവരുടെ സമഗ്രമായ ആരോഗ്യം സംരക്ഷിക്കുന്നത്. അടുത്തതോ രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള കൗൺസിലിംഗ്, വ്യായാമങ്ങൾ, യോഗ എന്നിവ നൽകി അവരുടെ സമഗ്രമായ ആരോഗ്യം സംരക്ഷിക്കുന്നു. പിന്നെ ആയുർവേദ ശാസ്ത്രത്തിലൂടെ സാന്ത്വന പരിചരണം നൽകി അവരെ സഹായിക്കുന്നു. ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വാങ്ങി മെച്ചപ്പെട്ട ചികിത്സ അന്തേവാസികൾക്ക് നൽകുന്നു. അതേപോലെ ചികിത്സയെ സംബന്ധിച്ചും രോഗിയെ സംബന്ധിച്ചുമുള്ള പൂർണ്ണമായ രൂപരേഖയും റിപ്പോർട്ടും തയ്യാറാക്കി സൂക്ഷിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ ഓർത്തെടുക്കാവുന്നതാണ് അല്ലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ.
അപ്പോൾ അതൊക്കെയാണ് വയോ അമൃതം പദ്ധതിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വയോ അമൃതം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1 ശരി എന്നുള്ളതാണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നടന്ന എക്സാമുകളിൽ പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആ ഒരു റിലേറ്റഡ് ഫാക്റ്റും തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ നോക്കി പോവുക. അതേപോലെ ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് 2023-22 വർഷങ്ങളിലൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് നമുക്ക് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.